നമസ്കാരം. ഇന്ന് നയന ക്രിയേഷൻസിൽ നല്ലൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. നെല്ലിക്ക അച്ചാർ. എല്ലാവരും കണ്ടു നോക്കിക്കോളൂ. 1/2 കിലോ നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ആവിയിൽ 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് നേരം വേവിച്ചതാണ്. ഇതേപോലെ ഇങ്ങനെ പൊളിഞ്ഞു വരും വെന്ത് കഴിയുമ്പോൾ. ഇനി ചൂടാറിയതിന് ശേഷം നെല്ലിക്ക ഇതുപോലെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി. അമർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിഞ്ഞു വരും. ഇപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂണ് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറുണ്ടാക്കാൻ എള്ളെണ്ണയാണ് നല്ലത്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. എണ്ണ നല്ല ചൂടുള്ള എണ്ണയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. എരിവിന് ആവശ്യത്തിനുള്ളത് പൊടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരു കളഞ്ഞ് അല്ലികളാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെല്ലിക്ക വേവിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ അത് വേഗം തന്നെ സോഫ്റ്റായി കിട്ടും. വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പാകം വരാൻ കുറേ ദിവസം എടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് ഒരിത്തിരി ഉപ്പ് കൂടി നിൽക്കുന്നത് നല്ലതാണ്. കുറച്ച് ഉപ്പ് അധികം ഇടാം. നെല്ലിക്കയുടെ പുളിയൊക്കെ ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കുറവായി പോകും. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.